ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിലേക്ക് ആത്മാവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർഗം തരുന്ന ഈ ശുശ്രൂഷകളെ ഓർത്തും ശാലോം ടെലിവിഷനെ ഓർത്തും നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. 51 സങ്കീർത്തനം 2 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയുകയാണ്, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ പാപത്തിൽ നിന്ന് കർത്താവേ എന്നെ ശുദ്ധീകരിക്കണം. ഇത് വലിയൊരു നിലവിളിയാണ്. നമ്മൾ നോമ്പ് കാലത്തിലാണ്. ഈ തപസ് നാളുകളിൽ അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആവശ്യകത കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സമയമാണിത്. ദാവീദ് നിലവിളിക്കുക കർത്താവിന് മുൻപിൽ, കർത്താവേ നീ എന്നെ കഴുകണമേ എൻ്റെ എല്ലാ അശുദ്ധതകളിൽ നിന്നും. നമുക്കും ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രതിസന്ധികളുണ്ട്. മാനസികമായ നൊമ്പരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ വിവിധ കറകൾ, കളങ്കങ്ങൾ, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ, ഈ ലോകത്തിൻ്റെ തിന്മകൾ, ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ പലപ്പോഴും കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്കും പറയാം, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ. ഒരു ശുദ്ധീകരണത്തിന് ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രകാരം പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അനുതാപത്തിന്റെ ആത്മാവിനെ നൽകണമേ. അനുതാപത്തിന്റെ ആത്മാവിനെ നൽകണമേ. എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ആഴമേറിയ അനുതാപം നൽകണമേ. ആഴമായ ഒരു അനുതാപം തരണമേ. മാനസാന്തരം നൽകണമേ. മാനസാന്തരം നൽകണമേ. വിശുദ്ധീകരണത്തിന്റെ ജീവിതം നൽകണമേ. വിശുദ്ധീകരണത്തിന്റെ ജീവിതം നൽകണമേ. കർത്താവേ ഞങ്ങളെ കഴുകണമേ. കർത്താവേ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. ആത്മാവിന്റെ അഭിഷേകത്തിനായി നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങി വരുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്ന സമയം, കർത്താവിൻ്റെ വചനത്താൽ നമ്മുടെ ജീവിതങ്ങളെ സ്വർഗം കഴുകുന്ന സമയം, നമുക്കൊന്നിച്ച് കരഘോഷത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ സ്തുതിക്കുന്നു. കർത്താവേ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, അഭിഷേകം നൽകണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ആത്മാവേ വരണമേ, അനുതാപം നൽകണമേ. വിശുദ്ധീകരണത്തിന്റെ ജീവിതം കൃപയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി ജീസസ്. ആമേൻ, ആമേൻ. കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ വരിക പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തി ഞങ്ങളോട് സംസാരിക്കുക പരിശുദ്ധാത്മാവേ. കൃപ നീ ചൊരിയണമേ.
പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. വിശ്വസിച്ച് വിളിക്കുന്ന ആത്മാവേ, ഹോളി സ്പിരിറ്റ് കുടുംബങ്ങളിലേക്ക് വരണമേ, വ്യക്തി ജീവിതങ്ങളിലേക്ക് വരണമേ, സഭയിലേക്ക് വരണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ദൈവവചനത്താൽ, ദൈവ സാന്നിധ്യത്താൽ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടാം. പുതിയൊരു ജനനം നൽകും സ്പിരിറ്റ് മൂവ്. അനേകായിരങ്ങളെ തൊടുക പരിശുദ്ധാത്മാവേ. ദൈവവചനത്തിന്റെ തീ 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 അനേകാത്മാവിൽ ജ്വലിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹത്തോടെ വിളിച്ച പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, അനോയിന്റ്, അനോയിന്റ്, അനോയിന്റ്. നിറഞ്ഞു കവിയണമേ, അഭിഷേകം പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, കവിഞ്ഞൊഴുകണമേ, ആത്മാവേ, ആത്മാവേ, ആത്മാവേ കുടുംബങ്ങളിലേക്ക് കവിഞ്ഞൊഴുകട്ടെ, ദേശദേശാന്തരങ്ങളിലേക്ക് കവിഞ്ഞൊഴുകട്ടെ, തിരുസഭ മുഴുവനിലേക്ക് ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്നിച്ചു വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപക്കെട്ടുകള്, പൈശാചിക ആധിപത്യങ്ങള്, നാരകീയ ശക്തികള്, തിന്മയുടെ ആസക്തികള് പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിർവീര്യമാകട്ടെ. കർത്താവേ, ശുദ്ധീകരണത്തിന് ജീവിതം നയിക്കുവാൻ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, പാപഭംഗിലമായി തലമുറയിൽ കർത്താവേ കറയറ്റ് ജീവിതം നയിക്കുവാൻ ആത്മാവിനെ വർഷിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിശുദ്ധിയുടെ ആത്മാവിന് യോഗ്യമാം വിധം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ലോർഡ് അനോയിന്റ് us. വ്യക്തിപരമായ അഭിഷേകം, കുടുംബപരമായ അഭിഷേകം, കൂട്ടായ്മയെ അഭിഷേകം കർത്താവ് ഞങ്ങളുടെ മേൽ പകരണമേ. റിലീസ് ലോർഡ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനായി, നമ്മുടെ ജീവിതത്തെ തൻ്റെ ആത്മാവിനാൽ മുദ്രിതമാക്കുവാനായി കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വരുന്ന കൃപയുടെ സമയത്തിലാണ് നമ്മൾ. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് തിരുസഭ ഈ നോമ്പുകാലം പ്രാർത്ഥിക്കുവാനും നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും കൂടുതൽ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമായി നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണിത്. നമ്മൾ തിരുവചനങ്ങളിലൂടെ
ധ്യാനിക്കുകയായിരുന്നു. കർത്താവിൻ്റെ സ്വന്തം ജനമായിരുന്ന ഇസ്രായേൽ, അവർ ഒരുമിച്ച് മലാഗമന ഭക്ഷണമായ മന്ന കഴിച്ചു. അത് സ്വർഗീയ ഭോജ്യമാണ്. അവർ ആത്മീയമായ ഭക്ഷണം കഴിച്ചു, അവർ ആത്മീയമായ പാനീയം കുടിച്ചു. ആ ശില ക്രിസ്തുവാണെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവർ ഈ ആത്മീയ ഭക്ഷണവും ആത്മീയ പാനീയവും അവർ ഭക്ഷിച്ചു, പാനം ചെയ്തു. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടുവെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 10-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങൾ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അവരെല്ലാം മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിൻ്റെ അംഗീകാര മുദ്ര അവർക്ക് ലഭിച്ചില്ല. എന്താണ് അതിന് കാരണം? അവർ തിന്മ ആഗ്രഹിച്ചു, അവർ വിഗ്രഹാരാധകരായി മാറി. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിച്ചതാണ്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നു. ദൈവജനത്തിൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന്, കാനാൻ ആ വാഗ്ദാന ദേശത്ത് പ്രവേശിക്കുവാൻ അവർക്ക് തടസ്സമായി മാറിയ കാര്യങ്ങൾ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. കൊരിന്തോസ്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 10-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. അവർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. സഹോദരങ്ങളെ, മരുഭൂമിയിൽ കർത്താവിൻ്റെ ജനം ചിതറിക്കപ്പെട്ടതിന് കാരണം, വാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ കഴിയാത്ത വിധം അവർ നഷ്ടപ്പെട്ടു പോയതിന് കാരണം, ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് പഠിപ്പിക്കുകയാണ്, അവർ വ്യഭിചാരം ചെയ്തു. കർത്താവിൻ്റെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം തങ്ങളെ തന്നെ കളങ്കപ്പെടുത്തുകയാണ്. ജീവിത വിശുദ്ധി സൂക്ഷിക്കേണ്ട ദൈവത്തിൻ്റെ ജനം ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ശരീരത്തിൻ്റെ ഭോഗേച്ഛയ്ക്ക് വേണ്ടി, ശാരീരിക സുഖത്തിനു വേണ്ടി അവർ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജഡീകമായി ജീവിച്ചു. അവർ വ്യഭിചാരം ചെയ്ത് കർത്താവിനെ വേദനിപ്പിച്ചുവെന്ന് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, ഈ കാലഘട്ടത്തിലെ സഭാമക്കളായി നമ്മെ നോക്കി നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. ഇത് ആത്മാവ് തരുന്ന ആലോചനയാണ്. ഇത് അനേകം കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണം. ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങളിൽ ദൈവകൃപ നഷ്ടപ്പെട്ട് അനേകം ജീവിതങ്ങൾ നാശത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം, തലമുറകളാകട്ടെ, സമൂഹങ്ങളാകട്ടെ, സഭയിലാകട്ടെ, നമ്മളിന്ന് കാണുന്ന പല പ്രതിസന്ധികളുടെയും തകർച്ചകളുടെയും ഒരു അടിസ്ഥാന കാരണം ഈ 6-ാം പ്രമാണത്തിന് ലംഘനമാണ്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന കർത്താവിൻ്റെ ഈ നിർമ്മലമായ വചനത്തെ നമ്മൾ പലപ്പോഴും നമ്മൾ ആ വചനത്തോട് അനുസരണക്കേട് കാണിക്കുന്നു, അത് അതിലംഘിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, പൗലോസ് സഭയെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ഇത് ലേഖനം 12:1 എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണത്. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങൾ കർത്താവിനെ വിശുദ്ധവും സജീവമായൊരു ബലിയായി നിങ്ങൾ സമർപ്പിക്കുവിൻ. നമ്മുടെ ശരീരം കർത്താവിനെ വിശുദ്ധമാകണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ജീവിതം കർത്താവിന് വിശുദ്ധമാകണം. പ്രത്യേകമായി നമ്മുടെ ശരീരം. കാരണം ഈ ശരീരം കർത്താവിനുള്ളതാണ്.
ഈ ശരീരം കർത്താവിന് വിശുദ്ധമാകണം. ഈ ശരീരത്തിൽ കർത്താവ് വസിക്കുന്നതാണ്. ഇത് കർത്താവിൻ്റെ ആലയമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ! എത്ര ശക്തമായൊരു മുന്നറിയിപ്പാണിത്. കർത്താവ് വസിക്കുന്ന, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ഭവനമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തെ അശുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ജഡപ്രവർത്തനങ്ങൾക്ക്, മ്ലേച്ഛമായ കാര്യങ്ങൾക്കായി നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഈ ശരീരത്തെ നമ്മൾ നശിപ്പിക്കുകയാ. വചനം പറയുന്നു, അപ്രകാരമുള്ളവരെ ദൈവം നശിപ്പിക്കും. ആ കൊടിയ തകർച്ചയിൽ അവർ അകപ്പെടുമെന്ന് പരിശുദ്ധ വചനമാണ് മുന്നറിയിപ്പ് തരുന്നത്. അതുകൊണ്ട് ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നത്, പൗലോസിലെ കൊരിന്ത്യർക്കെതിരെ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാം വചനം, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ശ്രദ്ധിച്ച വചനം, ഇത് കർത്താവിൻ്റെ ആലയമാണ് സഹോദരങ്ങളെ. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വീടാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഭവനമാണ്. ഈ ശരീരം ദുർവൃത്തിക്കുള്ളതല്ല, ഇത് വ്യഭിചാരത്തിനുള്ളതല്ല. ഈ ശരീരം ജഡിക പാപങ്ങൾക്കുള്ളതല്ല. ഇത് സ്വയംഭോഗത്തിനും സ്വർഗഭോഗത്തിനും അനുചിതമായ പ്രവർത്തികൾക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല. ഈ ശരീരം കർത്താവിനും കർത്താവ് ഈ ശരീരത്തിനുമുള്ളതാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. എത്ര മനോഹരമായ വചനമാണിത്. നമ്മുടെ ശരീരം കർത്താവിനുള്ളതാണ്. അത് കർത്താവിനായി സമർപ്പിക്കപ്പെടേണ്ടതാണ്. കർത്താവ് ഈ ശരീരത്തിനുള്ളതായി, കാരണം ഈ ശരീരത്തിലാണ് കർത്താവ് വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി, പരിശുദ്ധാത്മാവിൻ്റെ ഭവനമായി തീരുന്നത്. എത്ര സുന്ദരമായൊരു പ്രവൃത്തിയെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനം 7:1 പറയുന്നത്, ആകയാൽ സഹോദരരെ, ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ അശുദ്ധികളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ, ഏത് വാഗ്ദാനം? നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. നമ്മൾ നിത്യജീവൻ്റെ അവകാശികളാണ് സഹോദരങ്ങളെ. ഈ ലോകത്തിൽ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട്. നമ്മുടെ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിൽ ഒന്നായി കൊണ്ടുള്ളൊരു ജീവിതം. ഈ സത്യമാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് നമ്മോട് പ്രഖ്യാപിക്കാനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ പ്രഖ്യാപനം എന്താ? നിത്യജീവനാണ്, ഇറ്റേണൽ ലൈഫ്. കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ തരാനാണ്, നമ്മെ വീണ്ടെടുക്കുവാനാണ്, നമുക്ക് നിത്യമായ രക്ഷ പ്രദാനം ചെയ്യുവാനാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മറന്ന് നമ്മൾ ആരും ഈ ലോകത്തിൽ ജീവിക്കരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ജീവിത വിശുദ്ധിക്കോ, അത് കുടുംബജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട ഒരു വിശുദ്ധിയുണ്ട്, പവിത്രതയുണ്ട്. ഇന്ന് അനേകം കുടുംബങ്ങൾ അത് പാലിക്കപ്പെടുന്നില്ല. വിവാഹേതര ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ അവിശ്വസ്തതകൾ, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്. ഇന്ന് കുടുംബസ്ഥരിൽ വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, അവിശ്വസ്തതകൾ പെരുകുന്നു. കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട പവിത്രതയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നു. ഇതല്ലേ നമ്മുടെ കുടുംബങ്ങളുടെ നാശം? ഈ അശുദ്ധ പാപമല്ലേ നമ്മുടെ കുടുംബങ്ങളെ പലതിനെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മളിന്ന് താറുമാറാകുന്നു, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. എന്താ കാരണം? ഈ വ്യഭിചാര ദുർബോധമാണ്. ഇത് അനേകം കുടുംബങ്ങൾ പിടിമുറുക്കിയിരിക്കുക, ബന്ധങ്ങളെ പിടിമുറുക്കിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്,
തിമോത്തിയോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ആ സമയത്ത് വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും. പരിശുദ്ധാത്മാവ് തന്നെ സഭയ്ക്ക് നൽകിയ പ്രവചന സന്ദേശമാണിത് 2000 വർഷങ്ങൾക്ക് മുൻപ്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ എവിടെയും വിശുദ്ധിയില്ലാത്ത, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളിൽ പോലും ആ പവിത്രതയും നിഷ്കളങ്കതയും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളിൽ മിതത്വം കുറയുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക. അവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും, ജീവിതങ്ങളുണ്ടാകും. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിത വിശുദ്ധിയെ പുച്ഛിക്കുകയാണ്. വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ചൻ ആശയമായിട്ടാണ് ഈ പുതുതലമുറ കാണുന്നത്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അത് എൻജോയ് ചെയ്യാനുള്ളതാണ്, അത് ആഘോഷിക്കാനുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റ് ഇന്ന് അനേകരുടെ ഹൃദയത്തിലുണ്ട്. അവിടെ വിശുദ്ധിക്ക് സ്ഥാനമില്ല, വിശ്വസ്തതയ്ക്ക് യാതൊരു ബന്ധവുമില്ല. കർത്താവിൻ്റെ വചനത്തെ ചവിട്ടിക്കളയുന്നു. സഹോദരങ്ങളെ, ഇതല്ലേ നമ്മുടെ തകർച്ചയുടെ അടിസ്ഥാന കാരണം. ശ്രദ്ധിക്കണമേ, ഒരു നിസ്സാര സുഖത്തിന് വേണ്ടി ജഡീകമായ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിൻ്റെ വചനത്തെ ചവിട്ടിക്കളയരുത്. ശ്രദ്ധിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ വചനം പറയുന്നു, നിന്റെ പാളയത്തിലൂടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. നിയമാവർത്തനം 23:14 പറയുന്നത്, നിന്നെ ശുദ്ധീകരിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ കുടുംബത്തെ ബന്ധങ്ങളെ അനുഗ്രഹിക്കുവാൻ നിന്റെ പാളയത്തിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ ദൈവമായ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത, ശ്രദ്ധിച്ച്, ശുചിത്വമില്ലാത്ത, അശുദ്ധി നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ കണ്ട് കർത്താവ് നമ്മിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ബന്ധങ്ങളെ, നമുക്കുള്ളതിനെ പരിശുദ്ധമായി സൂക്ഷിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ചങ്കിലേക്ക് തുളച്ചു കയറേണ്ട വചനമാണിത്. ജീസസ്, ഈ വചനം നമ്മുടെ ഹൃദയത്തെ ഉണർത്തണം, ഹൃദയത്തെ കീറിമുറിക്കണം. ജീവിതത്തെ പരിശുദ്ധമായി അവിടെയാണ് ബ്ലെസ്സിങ്, അവിടെയാണ് അഭിഷേകം, അവിടെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെടുന്നത്. നിന്റെ കുടുംബത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുക. നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ എന്ത് വില കൊടുത്ത് സൂക്ഷിക്കണം. അവരും ഇവരും കാട്ടിക്കൂട്ടുന്നത് കണ്ട് നീ മുന്നോട്ട് പോകരുത്. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, അവർ വ്യഭിചാരം ചെയ്തതുപോലെ നാം ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. നമ്മുടെ ശരീരത്തെ അശുദ്ധിക്കായി, മ്ലേച്ഛതയ്ക്കായി നാം വിട്ടുകൊടുക്കരുത്. അത് നമ്മുടെ ശക്തിയെ ഇല്ലാതാക്കും, നമ്മൾ കൃപയെ നഷ്ടപ്പെടുത്തും. ഞാൻ പരിശുദ്ധ വചനം പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചപ്പോൾ ഒരു സത്യം എനിക്ക് മനസ്സിലായി. ആരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും, ആരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കും, വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം സ്വർഗത്തിൽ ആരൊക്കെ പ്രവേശിക്കാതിരിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലായിടങ്ങളിലും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, വ്യഭിചാരികൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വ്യഭിചാരം ചെയ്യുന്ന ആത്മാക്കൾ, വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ, ജഡപാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് ആവർത്തിച്ച് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം 21:8 അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ്, ഭീരുക്കൾ, അവിശ്വാസികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവർ തീയും ഗന്ധവുമുള്ള നിത്യ നരകത്തിൽ പ്രവേശിക്കും.
നിത്യനരകം എന്നൊക്കെ പറയുന്നത് തമാശയല്ല സഹോദരങ്ങൾ. നരകം എന്നൊക്കെ പറയുന്നത് തമാശയായി തോന്നുന്നുണ്ടോ? നരകം ഒരു കെട്ടുകഥയല്ല. വ്യഭിചാരികൾ പ്രവേശിക്കില്ല. വചനം പഠിപ്പിക്കുക. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് എഫെസസിലെ സഭയെ പഠിപ്പിച്ചു. 5-ാം അധ്യായം 2-ാം വചനം, നിങ്ങളുടെ ഇടയിൽ, ദൈവജനത്തിൻ്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള അശുദ്ധിയുടെയും വ്യഭിചാരത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. എത്ര കർശനമായ വചനം. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? ഇന്ന് എത്രയോ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഈ പാപം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഈ പാപത്തിൻ്റെ കഠിനമായ ബന്ധനങ്ങളുണ്ട്. ഈ അശുദ്ധിയുടെ, വ്യഭിചാരത്തിൻ്റെ, 6-ാം പ്രമാണ ലംഘനത്തിൻ്റെ നമ്മുടെ സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ എല്ലാം ഈ പാപത്തിൻ്റെ വലിയ സ്വാധീനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്നതിന് കാരണം, നമ്മുടെ ബലം കുറയുന്നതിന് കാരണം, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ മങ്ങിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ 6-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. ഈ ജഡീകതയാണ്. പേര് പോലും കേൾക്കരുത്. എന്തിൻ്റെ? അശുദ്ധിയുടെയോ വ്യഭിചാരത്തിൻ്റെയോ. 4-5 വചനങ്ങൾ പറയുകയാണ്, അശുദ്ധനും വ്യഭിചാരിക്കും കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശനമില്ല. ജീസസ്, എത്ര ശക്തമായ വചനം ഇത്. അശുദ്ധനും വ്യഭിചാരിക്കും കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശനമില്ല. പരിശുദ്ധ വചനം ആവർത്തിച്ച് പറയുന്നു, വ്യഭിചാരികൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അനുതപിക്കണം സഹോദരങ്ങളെ, റിപ്പന്റ് ചെയ്യണം. പത്രോസ്ലീഹ പറയുന്നുണ്ട് സഭയോട്, കഠിനമായ ശിക്ഷാവിധി ഏൽക്കേണ്ടി വരുന്ന 2 പാപങ്ങൾ. ഒന്ന് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെ, 2 അധികാരത്തെ നിന്ദിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷാവിധിയാണ്. ശ്രദ്ധിച്ച്, 1 മ്ലേച്ഛമായ പാപങ്ങൾക്ക് അടിമപ്പെടുന്നവരെ, ജഡീക പാപങ്ങൾ, ജഡപാപം, ഫ്ലഷ്, വ്യഭിചാരത്തിൽ അതിനോട് ബന്ധപ്പെട്ട എല്ലാവിധ മ്ലേച്ഛ പാപങ്ങളിൽ അടിമപ്പെടുന്നവർക്കും അധികാരത്തെ നിന്ദിക്കുന്നവർക്കും കഠിനമായ ശിക്ഷാവിധിയാണെന്ന് പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ് സഭയോട്. കഠിനമായ ശിക്ഷാവിധിയാണെന്ന് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ് സഭാ മക്കളെ നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് നമ്മുടെ നിത്യതയെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ ആത്മരക്ഷയെ തടയുന്ന, നമ്മുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജഡീക പ്രവണതകളെ വിട്ടുപേക്ഷിച്ച് കർത്താവിനോട് ചേർന്നിരുന്ന് നമ്മുടെ കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ടൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിലൊക്കെ ഈ ഒരു ചൈതന്യത്തോടെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നിലവിളിക്കാം. ഈ തപസ് കാലം അതിനായി നമ്മെ സഹായിക്കട്ടെ. കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, നമ്മുടെ കർത്താവിനോട് ഐക്യപ്പെട്ട് അവിടത്തോടു കൂടെ യാത്ര ചെയ്യുവാൻ സ്വർഗം നമ്മെ വിളിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കതിനായി ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധിയിലേക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ.